ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ രാവിലെ ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റൈസാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും, നമുക്ക് വേണമെങ്കിൽ ഉച്ചക്ക് കൂട്ടാനുകളൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന റൈസാണ്. ഇതിന് വേണ്ടി ആദ്യം തന്നെ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിലോ നെയ്യോ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, അതുപോലെ ഒരു 4 ഏലക്ക, ഒരു 4 ഗ്രാമ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് റൈസിലാണ് ഈ ഒരു ചോറുണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഇനി ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നെയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഈ ഒരു ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. സവാള അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ല പോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 തക്കാളി മിക്സിയിലൊന്ന് അരച്ചിട്ട് ആണ് ചേർക്കുന്നത്. ഇത് ചെറുതാക്കി അരിഞ്ഞിട്ട് വേണേലും നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ തക്കാളിയുടെ ഒരു കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്, കല്ലുപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മുളകൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് ചേർക്കുക. നല്ല എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം. ഞാനിതിൽ പച്ചമുളക് ചേർത്തിട്ടില്ല. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഗരം മസാല പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്, അതും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ള സോയ ചങ്ക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചെറുതോ വലുതോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയ സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നേരത്തെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം, അതിനുശേഷം വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ഇനി നല്ല പോലെ ഒന്ന് ആയതിനു ശേഷം നമുക്കിതിലേക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി 1.5 കപ്പ് അരിയാണെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ്, 1/2 കപ്പിന് 3/4 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം അളന്നിട്ട് തന്നെ ചെയ്യുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ആണ് കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണി അരിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ബസ്മതി റൈസിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ കുക്കറിലായത് കാരണം തന്നെ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് കുതിർത്ത് കഴുകി വെച്ചിട്ടുള്ള അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പ് കുറവുണ്ടോയെങ്കിൽ നമുക്ക് ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും എരിവൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2 വിസിൽ വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ചോറ് റെഡിയായി കിട്ടും. അപ്പോൾ അത്രയും സമയം മതി കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് വിസിലൊക്കെ വന്നതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ട് തുറന്നിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് വേറെ കൂട്ടാനുകളൊന്നും ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് ഒരു അച്ചാറ് മാത്രം മതി. അപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അച്ചാറും പപ്പടവും ഉണ്ടായാലും നമുക്ക് നല്ല സുഖമായിട്ട് തന്നെ ചോറ് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. മക്കൾക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു റൈസാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.